മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒരാഴ്ചയും കൂടെ ഇങ്ങനെ കൂടി വരാനിടയാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വരാനിടയാകുന്നത് ദൈവം ജീവിച്ചിരിക്കാൻ അനുവദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയാൻ ബാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രവചനങ്ങളെക്കുറിച്ചുള്ള ഭാഗമായിരുന്നു. ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ ഓരോരോ പ്രവചനങ്ങൾ നിവർത്തിച്ചതിനെക്കുറിച്ച് പറയുന്നതിന് പകരം പൊതുവെ പ്രവചനങ്ങളുടെ പ്രാധാന്യവും പ്രവചന നിവൃത്തിയുടെ ആ സ്പെസിഫിക് നേച്ചർ കൃത്യമായിട്ട് അത് ഫുൾഫിൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും അതിനെ തുടർന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള ഒരു പ്രവചനം താനെ നടക്കുമോ, പ്രകൃതിദത്താ തന്നെ നടക്കുമോ, അബദ്ധത്തിന് നടക്കുമോ, അതൊക്കെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോവുക. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഒരു ഭാവി സംഭവം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന പല പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. അങ്ങനെ ഒരു പ്രവചനം ഉണ്ടെങ്കിൽ തന്നെ ബൈബിൾ ഒരു ദൈവിക ഗ്രന്ഥമായി, അതിനെ ഒരു റിലയബിൾ ബുക്കായിട്ട്, അതിനെ ഒരു ക്രെഡിബിൾ ബുക്കായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സ്ലൈഡ് കണ്ടതാണ്. ഒരു കുഞ്ഞ് പുല്ലിൽ കിടന്നുറങ്ങുന്നു. ആ കുഞ്ഞില് നിവർത്തിക്കപ്പെട്ട അനേക പ്രവചനങ്ങളുണ്ട്. ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ ലോകത്തിലെ അനേകായിരം കോടി ജനങ്ങളിൽ നിന്ന് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ആ യേശുക്രിസ്തുവാണ് എന്ന് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യത്തക്ക വിധത്തില് പ്രവചനങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബേത്ലഹേമിൽ ജനിച്ച യേശുവാണ് ആ ശിശു. പഴയ നിയമ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ആ ശിശുവാണ് മശിഹ എന്ന് നമുക്ക് കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. മാനവജാതിയിൽ നിന്നാണ് ഒരു മശിഹ വരേണ്ടിയിരിക്കുന്നത്. ജനസസ് 12:3, അതുപോലെ മത്തായി 1:21, ഇതിൽ നിന്നൊക്കെ അതിനുള്ള സൂചനകൾ നമുക്ക് കാണും. മനുഷ്യനിൽ നിന്നാണ് ഒരു റിഡീമർ വരണ്ടേ. യെരുശലേമേ, ബേത്ലഹേമേ, നിന്നിൽ നിന്ന് എൻ്റെ പ്രഭു ഉദിക്കും. അതായത് ഈ ഭൂമിയിൽ നിന്നാണ്, അല്ലെ മാനവജാതിയിൽ നിന്നാണ് ഒരു പ്രഭു ഉദിച്ചു വരേണ്ടത്. അതുപോലെ തന്നെ ആ മാനവജാതിയിൽ അനേക ആളുകളുണ്ട്, അനേക രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് ആരുടെ ഇടയിൽ നിന്നാണ് വരേണ്ടത്? അത് അബ്രഹാമിന്റെ സന്തതി ആയിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 3:15, ഗലാത്യർ 3:16, ഈ ഭാഗങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അബ്രഹാമിന്റെ സീഡ് ആയിരിക്കണം, അത് അബ്രഹാമിന്റെ സന്തതി ആയിരിക്കണം. അപ്പം കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് വരിക, വളരെ ബൃഹത്തായതിൽ നിന്ന് ചുരുക്കി അതെ, ബേത്ലഹേമിൽ അന്ന് കിടന്ന ആ ശിശു തന്നെയാണ് വചനം അനേക സ്ഥലങ്ങളിൽ പ്രവചിച്ച മശിഹ, അല്ലെങ്കിൽ മശിഹയെ സംബന്ധിച്ച പ്രവചന നിവർത്തിയുടെ ആ പ്രത്യേകത കൊണ്ട് ഈ പുസ്തകം തന്നെ ദൈവികമായിരിക്കണം എന്ന് സ്ഥാപിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഈ മശിഹ വരേണ്ടത് അബ്രഹാമിൽ നിന്നായിരിക്കണം. അതുപോലെ ഇസ്രയേലിൽ നിന്നായിരിക്കണം ഈ മശിഹ വരേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 28:14 ആ മശിഹ വാഗ്ദത്തം കാണുന്നുണ്ട്. ഇസഹാക്കിന്റെ സന്തതിയായ, യാക്കോബിന്റെ സന്തതിയായ ഇസ്രയേലിൽ നിന്ന് തന്നെ വേണം മശിഹ വരാനുള്ളത്. മാത്രമല്ല, ഇസ്രയേലിന് 12 കുലങ്ങളുണ്ട്, ഗോത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ 13 ഗോത്രങ്ങളുണ്ട്. കാരണം യോസഫിന്റെ മക്കളെ 2 ഗോത്രമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ഗോത്രത്തിൽ നിന്ന് വരും അതും ബൈബിള് പറയുന്നുണ്ട്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 49:10 യാക്കോബ് ഭാവി പ്രവചിക്കുമ്പം പറയുന്നുണ്ട്, യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ആ സിംഹം വരേണ്ടത്, യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ആ മശിഹ വരേണ്ടത്. കുറച്ചുകൂടെ ചുരുക്കിക്കൊണ്ടുവരിക. പിന്നെയും ആ മശിഹ ദാവീദിന്റെ കുലത്തിൽ നിന്ന് വേണം. ശരിയാ, ഈ യഹൂദാ ഗോത്രം എന്ന് പറയുന്നത് വലിയൊരു ഗോത്രമാണ്, ധാരാളം അംഗസംഖ്യയുള്ള ഗോത്രമാണ്. നമ്മളത് ദിനവൃത്താന്തത്തിലൊക്കെ അവരുടെ നമ്പർ പറയുമ്പോൾ നമുക്ക് കാണാം, വളരെ എണ്ണമുള്ള ഒരു ഗോത്രം, അനേക കുലങ്ങളുണ്ട്, അനേക കുടുംബങ്ങളുണ്ട്. ഏത് കുലത്തിൽ നിന്ന്, ഏത് കുടുംബത്തിൽ നിന്ന്, ഏത് യഹൂദ കുലത്തിലുള്ള ഏത് ഭവനത്തിൽ നിന്നാണ് ഈ മശിഹ വരേണ്ടത്? അത് നമ്മൾ 2 ശമൂവേൽ 7:12 അത് വായിക്കുന്നുണ്ട്. മത്തായി 1:1 അതിന്റെ സൂചന കാണുന്നുണ്ട്. മശിഹ ദാവീദിന്റെ സന്തതിയായിരിക്കണം. ഇനിയും
ഈ മഷിഹ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്. മീഖ 5:2 അത് കാണുന്നുണ്ട്. അല്ലയോ ബേത്ലഹേമേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ഒരു ചെറിയ സ്ഥലമാണെങ്കിലും നിന്നിൽ നിന്ന് മഷിഹ ജനിക്കും. അപ്പം കുറെ കൂടെ ചെറുതാക്കി വരിക. പിന്നെ മഷിഹ വരേണ്ട സമയം BC അവസാനത്തേക്കാണ് വരേണ്ടത്. ദാനിയേൽ പ്രവചനം 9:24 തൊട്ട് 26 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. അവിടെ ആഴ്ചവട്ടത്തിന്റെ കണക്കുകൾ, അതുപോലെ 83 ആഴ്ചകൾക്ക് ശേഷം സംഭവിക്കാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഈ മഷിഹ വരേണ്ടത് BC അവസാനത്തിലാണ് വരേണ്ടത്. മാത്രമല്ല, ഈ മഷിഹ ഒരു കന്യകയുടെ സന്തതിയായിട്ട്, സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കണം. ഇത് ലോകത്തിൽ ഇതുവരെ ആകപ്പാടെ ഒരു സംഭവമേ സംഭവിച്ചിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മറ്റ് പ്രവചന പുസ്തകങ്ങളിലൊക്കെ കന്യക ഗർഭിണിയായി പുത്രനെ പ്രസവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവി വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ മഷിഹ വരേണ്ടത് ഒരു കന്യകയിൽ നിന്നാണ്, ഒരു സ്ത്രീയുടെ പുത്രനായിട്ട് വരണം. അതെ, അങ്ങനെ വന്ന ആ കുഞ്ഞിനെയാണ് യെരുശലേമിലെ ആ പുൽത്തൊഴുത്തില് വൈക്കോലൊക്കെ ഇട്ട് പഴന്തുണിയൊക്കെ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ആ കുഞ്ഞിന്റെ ജനന സമയത്ത് തന്നെ അനേക പ്രവചനങ്ങൾ നിവർത്തീകരിച്ചിട്ട്, യെസ്, ഇവൻ തന്നെയാണ് അവൻ. സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കുഞ്ഞല്ലാതെ വേറൊരു കുഞ്ഞുണ്ടാകാൻ പറ്റില്ല. അത് മഷിഹയെക്കുറിച്ചുള്ള വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണെങ്കിൽ, ഈ അത്ഭുതകരമായിട്ടുള്ള പ്രവചന നിവൃത്തിയുള്ള ഈ പുസ്തകം ദൈവവചനം തന്നെ ആയിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം പ്രവചനങ്ങൾ ഒരാളിൽ തന്നെ കൃത്യമായിട്ട് വരികയും നമുക്ക് കൃത്യമായിട്ട് ഒരു കുഞ്ഞിനെ പോയിന്റ് ഔട്ട് ചെയ്ത് ആ കുഞ്ഞ് മഷിഹയാണെന്ന് പറയാനായിട്ട് കഴിയുകയും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുന്ന വചനം ദൈവവചനമാണ്. അത് ഏറ്റവും ക്രെഡിബിൾ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ ഇൻഫന്റ് ആണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞാണ് പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട മഷിഹ. യേശു എന്ന ഈ ശിശുവാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ അനേക പ്രവചനങ്ങളുണ്ട്. യഹൂദരുടെ ചെതറിക്കലിനെ കുറിച്ച് ആവർത്തനം 28:64 BC 1400 പ്രവചിച്ചതാണ്. അത് AD 70 നിറവേറി. ഇസ്രയേലിന്റെ പുനഃസ്ഥാപനം യെശയ്യാ 11:12 വേറെ പല ഭാഗങ്ങളുണ്ട്. BC 700 ഇത് പ്രവചിച്ചെങ്കിൽ AD 1948 അത് നിറവേറി. യഹൂദയുടെ ബാബിലോണിയൻ അധിനിവേശം യിരെമ്യാവ് 15:9 അനേക വാക്യങ്ങളുണ്ട്. BC 587 നിറവേറി. അതുപോലെ ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങൽ യിരെമ്യാവ് 25:11 കാണുന്നുണ്ട്. അത് പ്രവചിച്ചത് 538 BC അത് സംഭവിച്ചത് പിന്നീട് ഒരു 70 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഇങ്ങനെ നിറവേറിയ അനേക പ്രവചനങ്ങളുണ്ട്. കോരേശിന്റെ ജനനവും അതുപോലെ ബാബിലോണിന്റെ കീഴടക്കലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചാൽ ചരിത്രം മുന്നമേ എഴുതിയതാണ് എന്ന് തോന്നത്തക്ക വിധത്തില് കൃത്യമാണ്. അതുപോലെ സോരിന്റെ നാശത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്, സീദോന്റെ നാശത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പിന്നീട് നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളാണ്. ഇങ്ങനെ നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളുള്ള ഈ പുസ്തകം ദൈവവചനമാകാനേ കഴിയൂ. ഈ പുസ്തകം റിലയബിൾ ആകാനേ കഴിയൂ. ഇത് അംഗീകാരയോഗ്യമാകാനേ കഴിയൂ. ഇത് വിശ്വാസയോഗ്യമാകാനേ കഴിയൂ. ഇറ്റ് കനോട്ട് ബി അതർവൈസ്. അതാണ് ഈ പ്രവചന നിവൃത്തി നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ബൈബിളിന്റെ ആധികാരികതയും വിശ്വാസ്യതയും തെളിയിക്കുന്ന 100 കണക്കിന് പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. ഇതിൽ ഒന്നും മതി ബൈബിള് ദൈവികമാണെന്ന് തെളിയിക്കാൻ വാസ്തവത്തിൽ. എന്നാൽ അതിൽ അപ്പുറമായിട്ട് ഈ ഗ്രന്ഥം വളരെ വളരെ ദൈവികമാണ് എന്ന് തെളിയിക്കുന്ന അനേക പ്രവചന നിവൃത്തികളുണ്ട്. പ്രവചന നിവൃത്തിക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. സ്ഥിതിവിവര കണക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ സാധാരണ സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ പറയാം അത് അബദ്ധത്തിന് സംഭവിച്ചായിരിക്കും, ബൈ കോയിൻസിഡൻസ്, അത് അബദ്ധത്തിന് അതങ്ങനെ സംഭവിച്ചതാ. അങ്ങനെ സംഭവിക്കാനായിട്ട് സാധിക്കുമോ? ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചന നിവൃത്തിയൊക്കെ
ഏ അബദ്ധത്തിന് സംഭവിക്കാൻ സാധിക്കുമോ? ലോകമനുഷ്യരുടെ എല്ലാം പലപ്പോഴുമുള്ള പലപ്പോഴുമുള്ള ഒരു 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 വിമർശനമാണ് ബിബ്ലിക്കൽ പ്രോഫസീസിനെ കുറിച്ച്, ബൈബിളിലെ പ്രവചനങ്ങളെ കുറിച്ചുള്ള ഒരു വിമർശനമാണിത്. ഇത് അബദ്ധത്തിന് സംഭവിച്ചായിരിക്കും. അല്ലേ ചിലർ പറയും ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഇവര് എല്ലാം കൂടെ ചേർത്ത് ഒരു വിധത്തിൽ പറ്റിച്ചൊക്കെ വെക്കുന്നതാണ്, എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുന്നതാണെന്നൊക്കെ പറയും. അങ്ങനെയാണോ? സ്റ്റാറ്റിസ്റ്റിക്കലി ഇന്ന് നമുക്കിതിന് ധാരാളം ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് വെച്ച് ഇത് അബദ്ധത്തിന് സംഭവിച്ചതാണോ അതോ ശരിക്കും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണോ? ഈ പ്രവചന നിവൃത്തിയൊക്കെ ദൈവം ഉദ്ദേശിച്ച കാര്യം മുന്നമേ ദൈവം പ്രസ്താവിക്കുകയും അത് പിന്നീട് നിവർത്തിക്കപ്പെടുകയും ചെയ്തതാണോ? പ്രവചന നിവൃത്തിക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി, സാധ്യത, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് സ്ഥിതിവിവര ശാസ്ത്രം എന്നൊക്കെ പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട, കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന വിഭാഗമാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് പ്രോബബിലിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ആ ജനനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 8 പ്രോഫസികളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അത് സംഭവിക്കാനുള്ള സാധ്യത 1x10⁻17 ആണ്. അബദ്ധത്തിൽ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1 മുകളിൽ എഴുതി അടിയിൽ ഒരു വരയിടണം. 2-1 എഴുതുന്ന പോലെ 2-1 എഴുതും, നമ്മൾ 1 മുകളിൽ എഴുതും, അതിൻ്റെ അടിയിൽ ഒരു വരയിടും, അതിൻ്റെ താഴെ 2 എഴുതും എന്ന് പറഞ്ഞതുപോലെ 1ൻ്റെ കീഴിൽ 1 കഴിഞ്ഞൊരു 17 പൂജ്യമുള്ള ഒരു സംഖ്യ, അതിലൊന്ന്, അതിനുള്ള സാധ്യതയുള്ളൂ. 8 പ്രവചനങ്ങൾ അബദ്ധത്തിന് നടക്കാനുള്ള, അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നടക്കാനുള്ളത്, ബൈ ചാൻസ് നടക്കാനുള്ള സാധ്യത അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ഇമ്പോസിബിളാണ്. അബദ്ധത്തിന് ഇത് സംഭവിക്കാനായിട്ട് കഴിയത്തില്ല. ഇത് മനസ്സിലാകാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ചക്കയിട്ടപ്പം മൊയ്ലി എത്തും. അത് ഒരിക്കലും സാധ്യമല്ലെന്നുള്ള ഗണത്തിൽപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ അനേക പ്ലാവുകളുണ്ട്, അതിൽ ലക്ഷക്കണക്കിന് ചക്കകളുണ്ട്. കൃത്യം ഒരാൾ മത്തായി ഈ പ്ലാവിൽ കയറി ചക്കയിട്ടപ്പോൾ അതിൻ്റെ കീഴിലൂടെ ഒരു മുയൽ ഓടി വന്നു. കൃത്യം ആ ചക്ക മുയലിൻ്റെ നടുക്ക് തന്നെ വീണു. മുയൽ ചത്തു. മത്തായി ചക്കയും മുയലിനെ എടുത്ത് വീട്ടിൽ പോയി ചക്ക വേവിച്ച് നല്ല മുയലുകറി കൂട്ടി. അപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും വീട്ടിൽ ഒരാൾ പറയുക, മത്തായി ചക്കയിട്ടപ്പം മുയൽ വീണു, അതുകൊണ്ട് അച്ചായനും പോയി ഒരു ചക്കയിട്, നമുക്ക് മുയലുകറി കൂട്ടി ചക്ക വേവിച്ച് തിന്നാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പറയുകയില്ല. കാരണം അത് അസാധ്യമാണെന്ന് അത് പറയുമ്പോഴേ അറിയാം. അതുകൊണ്ടാണല്ലോ ആ ചൊല്ല് വന്നത്. എന്തെങ്കിലും കാര്യം അസാധ്യമായാലേ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറയും അത് കാക്ക മലന്ന് പറക്കുന്നത് പോലാണ്, അല്ലെങ്കിൽ ചക്ക ഇട്ടപ്പം മുയലി എത്തുന്നു പറയുന്ന പോലെയുള്ള, അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അപ്പം ചക്ക ഇട്ടപ്പം മുയലി ചത്തു, അസാധ്യമാണ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടുതൽ ഫാക്ടേഴ്സ് ആഡ് ചെയ്യാം. ഒരു പ്രവചനം മാത്രമാണെങ്കിൽ അതുപോലെ ഇരിക്കും. കുറേയധികം പ്രവചനം വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ഘടകങ്ങൾ ചേർക്കാം. ചക്കയിട്ടപ്പം മുയലി എത്തു, മത്തായി ചക്കയിട്ടപ്പോൾ ഒരു കറുത്ത മുയൽ ചത്തൊന്നും കൂടെ ആക്കിയാലോ? അതിൻ്റെ സാധ്യത പിന്നെയും വിദൂരമാകുക. പ്രോബബിലിറ്റിയിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അത്രയും സാങ്കേതികമായിട്ട് ഞാൻ പോകുന്നില്ല. ഒരു മത്തായി ചക്കയിട്ടപ്പോൾ ഒരു കറുത്ത മുയൽ ചാകണമെങ്കിലുള്ള സാധ്യത പിന്നെയും വളരെ വിദൂരമാണ്. മത്തായി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചക്കയിട്ടപ്പോൾ ഒരു കറുത്ത ആൺമുയൽ ചത്തു. അയ്യോ, അതിനുള്ള സാധ്യത പിന്നെയും കുറയുക അല്ലേ? മത്തായി തന്നെ ചക്കയിടണം, ചക്കയിട്ടപ്പോൾ ഒരു കറുത്ത മുയൽ ചാകണം, അതൊരു ആൺമുയലും ആയിരിക്കണം. ഈ ഘടകങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് പിന്നെ അസാധ്യമായി വരിക. അതാണ് ഈ ഒന്നിലധികം പ്രവചന നിവർത്തികൾ ഒരേ കാര്യത്തിൽ നടക്കുന്നതിൻ്റെ അസാധ്യത എന്ന് പറയുന്നത്. ഇന്ന് ഇതെല്ലാം കണക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അനേക പ്രവചനങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവചനം എടുത്താൽ അത് ആകസ്മികമായിട്ട് അബദ്ധത്തിന് അത് സംഭവിക്കണമെങ്കിലുള്ള സാധ്യത
തുലോം വിരളമ. ഈ 20,000 കോടി ജനങ്ങൾ ഇന്ന് വരെ ജനിച്ചിട്ടുണ്ട്. അതിൽ അതില് അബ്രഹാമിന്റെ സന്തതിയായ ജനിച്ച ഒരുവനായിരിക്കണം, യഹൂദയുടെ സന്തതി ആയിരിക്കണം, ദാവീദിന്റെ കുലത്തിൽപ്പെട്ട ആളായിരിക്കണം, ബേത്ലഹേമിലായിരിക്കണം ജനിച്ചത്, BC അവസാനമായിരിക്കണം ജനിച്ചത്, ഒരു സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ കന്യകയിൽ നിന്ന് ജനിക്കണം. ഇങ്ങനെ ഈ 20,000 കോടിയിൽ ഒരാള് ഇതെല്ലാം സംഭവിച്ച ആളായിട്ട് അബദ്ധത്തിനുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ചക്കയിടുമ്പോൾ ഒരു മൊയിലിയാകാൻ തന്നെ സാധ്യതയില്ല. കറുത്തു മൊയിലിയാകാനുള്ള സാധ്യത പിന്നെയും കുറവാണ്. മത്തായി ഇട്ടപ്പം കറുത്തു മൊയിലിയാകാനുള്ള സാധ്യത പിന്നെയും കുറവാണ്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അത് സംഭവിക്കാനുള്ള സാധ്യത പിന്നെയും കുറവാണ്. ഒരു വരിക്കച്ചക്ക ഇട്ടപ്പോൾ 4 കിലോ ഉള്ള മൊയിലിയാകാനുള്ള സാധ്യതയോ അത് പിന്നെയും കുറവാണ്. എന്ന് പറഞ്ഞാൽ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പ്രവചനം ആകസ്മികമായിട്ട് നടക്കാൻ തന്നെ സാധ്യതയില്ല. 2 പ്രവചനങ്ങൾ ഒരേ സംഭവത്തെക്കുറിച്ച് ആകസ്മികമായിട്ട് നടക്കണമെങ്കിൽ സാധ്യത പിന്നെയും വിദൂരമാണ്. ഇത് പ്രോബബിലിറ്റി തിയറിയുടെ ഒരു അടിസ്ഥാന കൺസെപ്റ്റാണ്. എല്ലാവരും അംഗീകരിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്നവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ പ്രവചനങ്ങളെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ 48 പ്രവചനങ്ങൾ ആകസ്മികമായിട്ട് അബദ്ധത്തിന് ഈ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ള ഒരു കാര്യത്തിൽ നടക്കണമെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി എത്ര, സാധ്യത എത്ര? ഒന്നെന്ന് എഴുതിയിട്ട് അടിയിൽ ഒന്നിൻ്റെ പുറകിൽ ഒരു 157 പൂജ്യമിട്ട സംഖ്യ. രണ്ടിലൊന്നും ആ സംഖ്യയുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി. ഒന്നൊന്നൊരു സംഖ്യ എഴുതുക, അതിൻ്റെ അടിയിൽ ഒന്നിൻ്റെ പുറകെ 157 പൂജ്യങ്ങൾ ഇടുക. ഇപ്പം 157 പൂജ്യങ്ങളുള്ള ആ സംഖ്യയിൽ 1 ആണ് അതിനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്ന ഒരാളും ഇങ്ങനെയൊരു സംഭവം ആകസ്മികമായിട്ടുണ്ടാകുമെന്ന് സ്വപ്നം പോലും കാണത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നേരത്തെ പറഞ്ഞ 10⁻17 തന്നെ ഇമ്പോസിബിൾ. 8 പ്രവചനങ്ങൾ ആകസ്മികമായിട്ട് നടക്കാൻ തന്നെ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 48 പ്രവചനങ്ങൾ, അനേക പ്രവചനങ്ങൾ പിന്നെയുണ്ട്. ഇവ ആകസ്മികമായിട്ട് നടന്നു. ബൈ ചാൻസ് ആയിട്ട് യേശുക്രിസ്തുവിൽ അതൊക്കെ നടന്നു എന്നുള്ളത് തീർത്തും അസാധ്യമാണ്. ഇത് ഈ ഒന്നിൻ്റെ പുറകിൽ 157 പൂജ്യം ഇട്ട സംഖ്യ എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളെക്കാളും ഒക്കെ കൂടുതലാണ്. പ്രപഞ്ചത്തിലുള്ള പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതെല്ലാം കൂടെ എടുത്താൽ ഒന്നിൻ്റെ പുറകിൽ 80 പൂജ്യമുള്ള ഒരു സംഖ്യയുള്ളെന്നാണ് പറയുന്നത്. ഒന്നിൻ്റെ പുറകിൽ 80 പൂജ്യമുള്ള സംഖ്യയും 157 പൂജ്യമുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ആയിരിക്കും? അയ്യോ, സങ്കല്പിക്കാനേ കഴിയത്തില്ല അല്ലേ? അപ്പം പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളെക്കാളും ഒക്കെ കൂടുതൽ വലിയ ഒരു സംഖ്യയിൽ 1, അതാണ് ഇത് അബദ്ധത്തിന് നടക്കാനുള്ള സാധ്യത. പീറ്റർ സ്റ്റോണറിൻ്റെ സയൻസ് വീക്സ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സാധാരണഗതിയിൽ ഒരു 10⁻50 ഒന്നിൻ്റെ പുറകിൽ 50 പൂജ്യം ഇട്ട സംഖ്യയിൽ 1, അതിൽ കൂടുതലുള്ള സാധ്യത അസാധ്യമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. 10⁻30 പോലും അസാധ്യമാണ്. 10⁻17 എന്നൊക്കെ പറയുന്നത് നിയർലി ഇമ്പോസിബിളാണ്. യേശുക്രിസ്തുവിൽ ഈ പ്രവചനങ്ങളൊക്കെ ആകസ്മികമായിട്ട് ബൈ ചാൻസ് നിറവേറ്റപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ പുസ്തകം ദൈവികമാണ്. ഈ പുസ്തകം ദൈവിക പ്രവചനങ്ങൾ അടങ്ങുന്നതാണ്. അത് അതുപോലെ സംഭവിക്കുന്നതാണ്. അതിൽ കളവ് വരാൻ, പതിര് വരാൻ, തെറ്റുവരാൻ സാധ്യതയില്ല. ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ സർവജ്ഞാനിയായ ദൈവമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം 100% റിലയബിൾ ആണ്. ഇത് 100% ഒതന്റിക് ആണ്. ഇത് ഇൻഫാലിബിളും ഇന്നറൻറ്റുമാണ്. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ തെറ്റിക്കൂടാത്തതാണ്. ഇത് തെറ്റാൻ പറ്റത്തില്ലെന്നേ. ഇങ്ങനെ ഒരു പ്രവചന നിവൃത്തി തന്നെ വന്നാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാം, ഈ പുസ്തകം തെറ്റാൻ പറ്റാത്തതാണ്, ഇൻഫാലിബിൾ ആണ്. ഇതിന് ഇൻഫാലിബിലിറ്റി ഉണ്ട്. ഇതിൽ തെറ്റ് വരാൻ കഴിയുകയില്ല. ഇനി രണ്ടാമതായിട്ട് ഇത് ഇന്നറൻ്റ് ആണ്. ഇന്നറൻ്റ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തതാണ്. ഈ ഗോതമ്പൊക്കെ പേറ്റിപ്പറക്കി അതിലുള്ള പതിരുമൊക്കെ തിരിക്കുന്നത് പോലെ ഈ വചനം, ദൈവവചനം മുഴുവന് പാറ്റിപ്പറക്കി നോക്കിയാൽ അതിലൊരു തെറ്റും കാണത്തില്ല.
അതിലൊരു സയന്റിഫിക് എററും കാണത്തില്ല, അതിലൊരു ഹിസ്റ്റോറിക്കൽ എററും കാണത്തില്ല. അത് 100% ഇന്നറൻ്റ് ആണ്, തെറ്റിക്കൂടാത്തതാണ്, തെറ്റില്ലാത്തതാണ്. അത് ഇൻഫാലിബിൾ ആണ്. എന്താണ് ഇൻഫാലിബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ? ബൈബിളിനെ കുറിച്ച് നമുക്കൊരു വാക്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാലും നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഇങ്ങനെ പ്രവചന നിവൃത്തിയുള്ള ഒരു ദൈവിക ഗ്രന്ഥത്തിൽ യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് ശരിയാകാനേ സാധ്യതയുള്ളൂ. എന്നിട്ട് നമ്മൾ ബൗദ്ധികമായിട്ടും വചനാനുസരണവും ലോജിക്കലായിട്ടും ഒക്കെ ഇത് പരിശോധിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ബൈബിള് കണ്ണുമടച്ച് ശരിയാണെന്ന് വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജനനം പോലെ ആകസ്മികമായിട്ട് ഒരു വിധത്തിലും സംഭവിക്കാത്ത കാര്യം എത്ര സ്പെസിഫിക് ആയിട്ട് സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ഈ പുസ്തകത്തിൽ തെറ്റുവരാൻ സാധ്യതയില്ല. എനിക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിച്ച് ഇതിലുള്ള കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ സാധാരണ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം തന്നെ വീണ്ടും പറഞ്ഞാൽ, 5 നട്ടും ബോൾട്ടും ഉള്ള ഒരു ടയർ ഫിക്സ് ചെയ്യണമെങ്കിൽ 5 നട്ടും ബോൾട്ടും ശരിയാണെന്ന് വാശി പിടിക്കണ്ട. 2 എണ്ണം ശരിയായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി 3 വീണുകൊള്ളും. അങ്ങനെ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ടയറിൽ 5 നട്ടും ബോൾട്ടും സാറിന് കാറിൻ്റെ ടയറിലൊക്കെ, വലിയ ട്രക്കൊക്കെ ആണെങ്കിൽ 10 എണ്ണമൊക്കെ കാണും. ഈ 5 എണ്ണത്തിൽ 2 എണ്ണം ശരിക്ക് വീണ് കഴിഞ്ഞാൽ ബാക്കി 3 താനേ കൃത്യമായിട്ട് വീണുകൊള്ളും. അതുപോലെ ആ ബൈബിളിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള കുറേ പ്രവചന നിവൃത്തികൾ എടുത്ത് വിശകലനം ചെയ്ത് ഇതൊരു ദൈവിക പുസ്തകമാണ്, ഇതിൽ പതിര് വരാൻ സാധ്യതയില്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഇതൊരു ഇൻഫാലിബിൾ ബുക്കാണല്ലോ, ഇത് തെറ്റാൻ കഴിയാത്ത ബുക്കാണല്ലോ, തെറ്റിക്കൂടാത്തതാണല്ലോ, അതുകൊണ്ട് ഇക്കാര്യവും തെറ്റല്ല, ഇതും ശരിയാകാനേ കഴിയൂ. അതുകൊണ്ട് അത് ശരിയാകാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തന്നെ, എന്നാൽ കൂടുതൽ വിശകലനം നടത്തി ബൈബിളിലെ പല ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് യുക്തിസഹമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ അത് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് അത് നമുക്ക് സത്യമാണെന്ന് സ്വീകരിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ഇത് ഇന്നറൻ്റാണ്, എററില്ലാത്തതാണ്. പാറ്റിപ്പെറുക്കിയാലും ഇതിനകത്ത് പതിരില്ല. അത് ഏതെങ്കിലും എവിടെങ്കിലും ഒരിടത്തൊരുത്തൻ നിന്ന് അയ്യോ ഇത് അശാസ്ത്രീയമാണ്, അയ്യോ ഇത് ഹിസ്റ്റോറിക്കലായിട്ട് എററാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ വരത്തില്ല. ഇത് ഇന്നറൻ്റാണ്. ഇങ്ങനെയൊരു പുസ്തകത്തിൽ എറർ വരാനായിട്ട് സാധിക്കത്തില്ല. ഒരു സർവജ്ഞാനിയായ ദൈവം, മുന്നമേ അന്ത്യം വരെ കാണുന്നവൻ എഴുതിയാലേ പ്രവചന നിവർത്തികൾ സാധ്യമാകുള്ളൂ. അപ്പോൾ ഈ ഗ്രന്ഥം എഴുതിയത് സർവജ്ഞാനിയാണ്. സർവജ്ഞാനിക്ക് ഒരു തെറ്റു വരാൻ ഒരു സാധ്യതയുമില്ല. ഒരു പക്ഷേ LP സ്കൂളിലെ ടീച്ചറിന് ഒരു ചെറിയ തെറ്റ് ചിലപ്പം കണക്ക് പഠിപ്പിക്കുമ്പോൾ വന്നെന്ന് വരും. UP സ്കൂളിലെ ടീച്ചറിനാണെങ്കിൽ അത് കുറയും സാധ്യത, തെറ്റ് വരാനുള്ള സാധ്യത. ഒരു കോളേജ് പ്രൊഫസറാണെങ്കിൽ തീർത്തും കുറവാണ്. അതുപോലെ അറിവ് കൂടുന്തോറും തെറ്റ് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഒംനീഷ്യൻ ഗോഡ് 50 കാര്യങ്ങളൊക്കെ ഒരേ സംഭവത്തിൽ എറർലെസ് ആയിട്ട് നിവർത്തിക്കത്തക്ക വിധത്തിൽ പ്രവചനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഓതർ ദൈവം ആണെങ്കിൽ, ആ ഓതർ, ആ ദൈവം പറയുന്ന മറ്റു കാര്യങ്ങളിലും എറർ ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ബൈബിളിനെതിരെയുള്ള എററുകളെയൊക്കെ നമുക്ക് അർഹിക്കുന്ന പുച്ഛത്തോട് തള്ളിക്കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിൻ്റെ ഇന്നറൻസി. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി സ്ഥിരീകരിച്ചു. സയൻസ് സ്പീക്കിനെ കുറിച്ച് അമേരിക്കൻ സയൻറ്റിഫിക് അഫിലിയേഷൻ്റെ ഹരോൾഡ് ഹാർട്ട്സ്ലർ എഴുതുകയാണ് സയൻസ് സ്പീക്കിനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെയൊരു അമേരിക്കൻ സയൻറ്റിഫിക് അഫിലിയേഷനിൽ അദ്ദേഹം എഴുതുകയാണ്. സയൻസ് വീക്കിൻ്റെ കയ്യെഴുത്ത് പ്രതി അമേരിക്കൻ സയൻറ്റിഫിക് അഫിലിയേഷൻ അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയും അതേ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തു. സയൻസ് വീക്ക് എന്നും പറഞ്ഞ് ഒരു മാഗസിൻ്റെ കയ്യെഴുത്ത് പ്രതി അമേരിക്കൻ സയൻറ്റിഫിക് അഫിലിയേഷൻ അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയും അതേ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തു. പൊതുവെ അവതരിപ്പിച്ച ശാസ്ത്രീയ വസ്തുതകൾ വിശ്വസനീയവും കൃത്യവുമാണെന്ന് കണ്ടെത്തി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗണിതശാസ്ത്ര വിശകലനം പ്രോബബിലിറ്റി തത്വങ്ങളെ അടിസ്ഥാനമൊക്കെയുള്ളതാണ്. അവ സമഗ്രമായി ശരിയാണ്.
പ്രൊഫസർ സ്റ്റോണർ ഈ തത്വങ്ങൾ ശരിയായും ബോധ്യപ്പെടുത്തുന്നതുമായ രീതിയിൽ പ്രയോഗിച്ചു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 50 പ്രോബബിലിറ്റികൾ യേശുക്രിസ്തുവിൽ അപ്ലൈ ചെയ്ത് അത് നടക്കണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 1 ഫോളോഡ് ബൈ 157 സീറോസ്. ഒന്നിൻ്റെ പുറകിൽ 157 പൂജ്യങ്ങൾ അടങ്ങിയ ആ സംഖ്യയിൽ ഒന്ന് അതിനുള്ള സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണെന്ന് സ്റ്റോണർ കണക്കാക്കിയതിനെ കുറിച്ച് സയൻസ് വീക്കിങ്ങിൻ്റെ ആ മാഗസിനിൽ ആർട്ടിക്കിൾ വന്നിരുന്നു. അതിനെക്കുറിച്ച് അമേരിക്കൻ സയൻറ്റിഫിക് അഫിലിയേഷൻ്റെ, അത് അമേരിക്കയിലെ ഒരു പ്രധാന സംഘടനയാണ്, ഹരോൾഡ് ഹാർട്ട്സ്ലർ എഴുതിയതാണ്. ഈ സ്റ്റോണർ ഈ തത്വങ്ങൾ ശരിയായിട്ടും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു സയൻറ്റിഫിക് ഓർഗനൈസേഷൻ സ്റ്റോണറുടെ ആർട്ടിക്കിള് വളരെ വിശ്വസനീയമായ ഒരു ആർട്ടിക്കിളിൽ വന്നതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റോണർ ചേട്ടൻ അത് വളരെ ഭംഗിയായിട്ട്, ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ആണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസനീയമാണ്. ഒരു സയൻറ്റിഫിക് ബോഡിയും അതിൻ്റെ അധിപനും സ്റ്റോണറുടെ കൺക്ലൂഷനെ കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനം ആകസ്മികമായി നടക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി സ്റ്റോണർ കണക്ക് കൂട്ടിയതിനെ കുറിച്ച് സയൻസ് വീക്ക് എന്ന് പറയുന്ന ആ മാഗസിൻ്റെ പ്രതിനിധി ഹരോൾഡ് ഹാർട്ട്സ്ലർ എഴുതുകയാണ്. വളരെ കൃത്യമായിട്ടാണ് സ്റ്റോണർ ഇത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. കൂട്ടരെ, നമുക്കിത് അംഗീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് വിശ്വസനീയമാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ കാണുന്ന കാര്യങ്ങൾ ദൈവികമാണ്, അത് നമുക്ക് സ്വീകാര്യയോഗ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയാലുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എന്തോ ചെയ്യണം? അങ്ങനെ അവർ ചോദിച്ചാൽ എന്നോ ചെയ്യണം? ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. ഒന്നാമതായിട്ട് സൗമ്യതയിലും സത്യത്തിലും അവർക്ക് ന്യായമായ ഉത്തരം നൽകുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നമ്മൾ പത്രോസിൻ്റെ പുസ്തകത്തിൽ നിന്ന് നേരത്തെ ചിന്തിച്ചതാണ്. ഭയഭക്തി പൂണ്ട് മറ്റുള്ളവരോട് പ്രതിവാദം പറവാൻ ഒരുങ്ങിയിരിക്കുക. നമുക്കറിയാം പത്രോസിൻ്റെ ലേഖനത്തിൽ ആ കാര്യങ്ങൾ പറയുന്നത്, ഒരു പീഡനകാലത്ത് ഒരു വിശ്വാസി കഷ്ടം അനുഭവിക്കുമ്പോൾ അവനോട് മറ്റുള്ളവർ ചോദിക്കും, നിന്റെ ഈ ഹോപ്പിനുള്ള അടിസ്ഥാനം എന്താ? ഇങ്ങനെ അന്ധമായിട്ട് ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ഈ പീഡനമൊക്കെ സഹിച്ച് തലയുമൊക്കെ വെട്ടി മരിച്ച് ഇങ്ങനെ ഭാര്യയും മക്കളുമൊക്കെ അനാഥരായിട്ട് തീരുന്ന, കഷ്ടത അനുഭവിക്കുന്ന, എടാ ഈ വിശ്വാസത്തിന് എന്ത് അടിസ്ഥാനമാ ഉള്ളേ? 1 പത്രോസ് 3:15 നമ്മൾ ഗുഡ് ന്യൂസ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, ബട്ട് ഹാവ് റെഫറൻസ് ഫോർ ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട്സ് ആൻഡ് ഓണർ ഹിം ആസ് ലോർഡ്. ബി റെഡി അറ്റ് ഓൾ ടൈംസ് ടു ആൻസർ എനിവൺ ഹു ആസ്ക് യു ടു എക്സ്പ്ലെയിൻ ദ ഹോപ്പ് യു ഹാവ് ഇൻ, ബട്ട് ഡു ഇറ്റ് വിത്ത് ജെന്റിൽനെസ് ആൻഡ് റെസ്പെക്ട്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഈ ഇരിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉടനെ അറിയാം കൽപ്പനയാണ്, അല്ലേ? ഇതിനകത്ത് 2 കൽപ്പന വരുന്നുണ്ട്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ, ദൈവമായിട്ട് വിശുദ്ധീകരിപ്പീൻ. ഇല്ലേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഇല്ലേ ഉത്തരം പറയാൻ പറ്റത്തില്ല. ഒന്ന്, കർത്താവിനെ ദൈവമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അധിപനായിട്ട് സ്വീകരിക്കണം. 2, ഒരുങ്ങിയിരിക്കണം. ഈ കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ? കർമ്മേൽ സഭ ഇങ്ങനെ ഒരു സെഷൻ തന്നെ അറേഞ്ച് ചെയ്തത് നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. സഭയായിട്ട് അതിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അത് മതിയോ? വ്യക്തിപരമായ തലത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ആർ വി റെഡി എന്ന് പറഞ്ഞാൽ ബൈബിളിലെ
സംബന്ധിച്ച നൂറുകണക്കിന് ചോദ്യം എപ്പോഴും റെഡി ആയിരിക്കാൻ ചിലപ്പം പറ്റില്ലെന്ന് പറ്റും. എന്നാലും പൊതുവെ ഞാൻ റെഡിയാണോ, തയ്യാറാണോ? പാകിസ്ഥാൻ ഏത് സമയത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ പട്ടാളക്കാർക്കുണ്ട്. അതുകൊണ്ട് അവർ ആക്രമണം വരുമ്പം മിനിറ്റുകൾക്കുള്ളിൽ അവർക്ക് തയ്യാറെടുത്ത് വേണ്ട പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആർ വി റെഡി? നമ്മളീ പലരും പറയുന്നത് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല, ഞാൻ പിന്നെ എന്തിനാ അധികം വചനം വായിക്കുന്നേ? സഹോദരിമാരെന്നെ പറയും, യോ നമ്മുടെ ഉപദേശം അനുസരിച്ചും ബൈബിളിലെ ഉപദേശം അനുസരിച്ചും ഒന്നും സഹോദരിമാർ സഭയിൽ പരസ്യമായിട്ടൊന്നും പ്രസംഗിക്കുന്നൊന്നുമില്ല. പിന്നെ അത്യാവശ്യത്തിന് ഏതാനും വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു പോയാൽ പോരെ? ഇല്ല, ഈ കൽപ്പന എല്ലാവരോടും ഉള്ളതാണ്. ഒരുങ്ങിയിരിപ്പീൻ, കർത്താവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പീൻ. കർത്താവിനെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് ഹിം അപ്പാർട്ട്. നിങ്ങളെ നിയന്ത്രിക്കുന്നവനായിട്ട് അവനെ ആക്കി വെക്കുവീൻ. നിങ്ങളുടെ വണ്ടിയാകുന്ന നിങ്ങൾ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് അവനെ ഏൽപ്പിക്കുവീൻ. മാത്രമല്ല തയ്യാറെടുക്കുവീൻ. നമ്മളൊക്കെ പലരും ചില ഡിഫിക്കൽറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയുന്ന ആ ഉത്തരവാദിത്വം ചിലരെ അങ്ങ് ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാമെന്ന് വിചാരിക്കുക. ഇനിയുള്ള കാലത്ത് അത് പറ്റുകയില്ല സഹോദരങ്ങളെ. ഇനിയുള്ള കാലത്ത് നമ്മുടെ കൊച്ചുമക്കൾ തന്നെ നമ്മളോട് വന്ന് ചോദിക്കും, അല്ലെ നമ്മുടെ മക്കൾ, അല്ലെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന നിരീശ്വര കേസരികൾ, ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കാനുള്ള സകല സാധ്യതയുമുണ്ട്. ഒരാൾക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. ഈ കൽപ്പന നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം സംശയാലുക്കൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തയ്യാറുള്ളവരായിട്ടിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലുള്ള ലക്ഷ്യം ഓർക്കുക. എന്തിനാ ഈ ചോദ്യോത്തരമൊക്കെ നൽകുന്നേ? വി ആർ ഡിസ്ട്രോയിങ് സ്പെക്കുലേഷൻ ആൻഡ് എവറി ലോഫ്റ്റി തിങ് റേസ്ഡ് അപ്പ് അഗൈൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ്. ഇത് നമ്മൾ 2 കൊരിന്ത്യർ 10:5 ഈ വാക്യം. 2 കൊരിന്ത്യർ 10:5 ഞാനൊന്ന് എടുത്ത് മലയാളത്തിലൂടെ വായിക്കാം. ഞാൻ ഇംഗ്ലീഷിലെ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നമ്മുടെ ലക്ഷ്യം ഇതാ, ക്രിസ്തുവിനായിട്ടുള്ള അനുസരണത്തിനായിട്ട് ഏത് വിചാരത്തെയും പിടിച്ചടക്കണം. ആരുടെ ഹൃദയത്തിലുള്ള ഏത് സംശയത്തെയും പിടിച്ചടക്കണം. എന്നിട്ട് അവരെയും നമ്മളെയും ഒക്കെ ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരണം. ആ ഭിത്തിയാണ് ഇടിച്ച് നിരത്തേണ്ടത്. നോക്കിക്കേ, അതിലെ ഇഷ്ടികളൊക്കെ നോക്കിക്കേ. നോ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആത്യന്തിക സത്യമില്ല. ഇത് ഇന്നത്തെ പ്ലൂറലിസത്തിൻ്റെ ഫിലോസഫിയാണ്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ശരിയാ. ബഹുസ്വരതാവാദം എന്ന് പറയും പ്ലൂറലിസം. എല്ലാ സത്യങ്ങളും ശരിയാ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും നമ്മുടെ സത്യമാ ആത്യന്തിക സത്യമെന്നൊന്നും പറയാൻ പോകണ്ട, എല്ലാ സത്യങ്ങളും ശരിയാ. ഇങ്ങനെ പല ജാതിയിൽപ്പെട്ടവർ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ സുവിശേഷീകരണത്തിനൊന്നും മെനക്കെടാനായിട്ട് പാടില്ല. വേറൊരു കല്ല് നോക്കിയേ, പോസ്റ്റ് മോഡേണിസം, അത്യന്താധുനികത്വം. എന്തോ അത്യന്താധുനികത്വം? അതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ സത്യങ്ങളും നല്ലതാണെന്നുള്ള വിശ്വാസം. പോസ്റ്റ് മോഡേണിസം അനുസരിച്ച് അല്ലെങ്കിൽ അത്യന്താധുനികത്വം അനുസരിച്ച് എല്ലാ സത്യങ്ങളും ആപേക്ഷികമാണ്. ഇപ്പം ശരിയായിട്ടുള്ള കാര്യം നാളെ ശരിയാണമെന്നില്ല, ഇന്നലെ ശരിയായിരുന്നത് ഇന്ന് ശരിയായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ. അതുപോലെ മോറൽ റിലേറ്റിവിസം, അതായത് ധാർമ്മികത, ഒരു നാട്ടിൻ്റെ ധാർമ്മികത നമുക്ക് ബാധകമല്ല. അതുകൊണ്ട് ഇപ്പം നിരീശ്വരന്മാരൊക്കെ പറയുന്നുണ്ട്, ഇൻസസ്റ്റ് പോലും, ബന്ധമുള്ളവരായിട്ടുള്ള ബന്ധപ്പെടൽ പോലും തെറ്റല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോറൽ റിലേറ്റിവിസമാണ്. അതുപോലെ നാച്ചുറലിസ്റ്റിക് എവല്യൂഷൻ, ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി, ഇതിനപ്പുറമായിട്ടൊന്നുമില്ല, ഒരു ദൈവമില്ല, ഒരു സ്വർഗമില്ല, ഒരു നരകമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഈ ഇഷ്ടികയെ അടിച്ച് പൊള്ളിച്ചവരുടെ ഹൃദയത്തിൽ കയറിയാലേ കർത്താവിന് വേണ്ടി അവരെ നമുക്ക് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. വേറൊരു കല്ല് നോക്കിയേ, ദ പ്രോബ്ലം ഓഫ് ഈവിൾ.
വയനാട്ടില് അനേക കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ മണ്ണടിഞ്ഞ് മരിച്ചപ്പോൾ ഈ ദൈവം എവിടായിരുന്നു? ഒന്നുകിൽ ഈ ദൈവം കഴിവില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവനായിരിക്കണം. ഇതാണ് പ്രോബ്ലം ഓഫ് ഈവിൾ സംബന്ധിച്ചുള്ള ചോദ്യം. പ്രോബ്ലം ഓഫ് ഈവിൾ. ഈ ലോകത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ലവനായ ദൈവം, നല്ലവനായ സർവശക്തനായ ദൈവം ഉണ്ടാകാൻ ഇടയില്ല. ഇങ്ങനെയുള്ള വാദഗതികളെയൊക്കെ അടിച്ച് തകർത്ത് ആളുകളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സത്യ സുവിശേഷം എത്തിക്കണം. അതുപോലെ മറ്റൊരു കല്ല് നോക്കിയേ, ഇമ്മാനുവേൽ കാന്ത്. ഇമ്മാനുവേൽ കാന്ത് ഒരു വിശ്വാസിയായ ഫിലോസഫറാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളാണ്. പക്ഷേ വിശ്വാസത്തിന് ഒരുപാട് നാശം വിതച്ച ഒരാളാണ് ഇമ്മാനുവേൽ കാന്ത്. അദ്ദേഹത്തിൻ്റെ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, കണ്ണുമടച്ചുള്ള വിശ്വാസം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് കണ്ണുമടച്ചുള്ള ഒരു വിശ്വാസമാണ്. അദ്ദേഹം അന്ധവിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, പക്ഷെ ശരിക്കും അദ്ദേഹം പഠിപ്പിച്ചത് അത് തന്നെയാണ്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു അന്ധമായ വിശ്വാസമാണ്. അത് കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചാൽ മതി. അത് നമുക്ക് വിശകലനം ചെയ്ത് സത്യമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇതായിരുന്നു ഇമ്മാനുവേൽ കാന്ത് പഠിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പുറകിലുള്ള അനേകര്, പിന്നാലെ വന്ന അനേകര് ഇദ്ദേഹത്തിൻ്റെ ഈ തത്വചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടവരായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കല്ലുകളും ഇടിച്ച് തകർത്താലേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ പാൻതീസം കാണുന്നുണ്ട്. പാൻതീസം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവമാണ്. കല്ലും തൂണും തുരുമ്പും അതിലെല്ലാം ദൈവമുണ്ട്. ഞാനും ദൈവമാണ്, നീയും ദൈവമാണ്. വാസ്തവത്തിൽ ഒരു ആത്യന്തിക നിർഗുണ സത്യമുണ്ട്, ബ്രഹ്മൻ. ആത്യന്തിക നിർഗുണ സത്യം. അത് ഒരു വ്യക്തിയല്ല, നമ്മുടെ ദൈവവുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല, ഒരു ആത്യന്തിക ബ്രഹ്മൻ. ബ്രഹ്മാവല്ല, ബ്രഹ്മൻ എന്നും പറഞ്ഞൊരു ദൈവമുണ്ട്. അത് ദൈവം എന്ന് അവർ വിളിക്കത്തില്ല, ഒരു നിർഗുണ പരബ്രഹ്മം, ആത്യന്തിക സത്യമുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്, അതിൻ്റെ ചെറിയ ചെറിയ മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളാണ് സൃഷ്ടികൾ മുഴുവൻ. ഈ സൃഷ്ടി മുഴുവൻ മായയാണ്, യാഥാർത്ഥ്യമല്ലാത്തത്. ഇതാ പാൻതീസ്. അപ്പം നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ഈ പാൻതീസ്റ്റിക് തിയറി എവിടുന്നേലുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ സംശയം ചോദിക്കാനായിട്ടായിരിക്കും വരുന്നത്. അപ്പം പിന്നെ തയ്യാറെടുക്കണം, ബി റെഡി എന്ന് ദൈവം കൽപ്പിച്ചത് ശരിയാണെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ നാളുകളിൽ ഇങ്ങനെയുള്ള കാര്യം ധാരാളം വരുന്നുണ്ട്. അവിടെ വേറൊരു കല്ല് കാണുന്നുണ്ട്, ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചുപോയി. അത് നീഷെ എന്ന് പറഞ്ഞ ഒരു നിരീശ്വര ഫിലോസഫർ, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഗോഡ് ഈസ് ഡെഡ് എന്നുള്ള ഫിലോസഫി ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചത്. എന്താ ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഡെഡ് ഗോഡ് ആണെങ്കിൽ പിന്നെ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട, എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം എന്നുള്ള ഫിലോസഫിയാണ്. അപ്പം ഇന്നുള്ള നമ്മൾ കാണുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് സത്യം എത്തിക്കുന്നതിനുള്ള തടസ്സമാണ് ഈ മതില്. ഇപ്പം 2 കൊരിന്ത്യർ 10:15 പറയുന്നത്, നമ്മുടെ ജോലി ഈ മതിലൊക്കെ ഇടിച്ച്, ഈ സങ്കല്പങ്ങളെയൊക്കെ ഇടിച്ച് നിരത്തുക. കണ്ടില്ലേ, ആ മതിലിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു പെണ്ണ് പറയുന്നത്, ഐ ആം നോട്ട് ഗോഡ്, ഞാൻ ദൈവമല്ല, അതുകൊണ്ട് എനിക്ക് പലതും പറ്റുകയില്ല. നിങ്ങളീ പറയുന്ന ധാർമ്മിക പ്രമാണങ്ങളൊന്നും പറ്റത്തില്ല. ഒരാൾ വേറൊരാളോട് ഐ തിങ്ക് ഐ മേ ഹാവ് ലൈഡ് ടു യു, ഞാൻ നിന്നോട് അസത്യം പറഞ്ഞു കാണും. ഐ ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ് ലുക്സ് ലൈക്ക് ദേ വിൽ റീച്ച് സം ഓഫ് അസ്. അപ്പുറത്തുള്ളവർ ഒരു പക്ഷേ നമ്മുടെ അടുത്തേക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അനേക മനുഷ്യർ ഈ മതിലിനപ്പുറത്തുണ്ട്. അവരെ സത്യത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഈ മതില് പൊട്ടിച്ച് തകർത്ത് അവരുടെ ഹൃദയത്തിലെത്തി, യെസ്, നിങ്ങളുടെ പാപമോചനത്തിന് മാർഗമുണ്ട്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്, ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സുവിശേഷവുമായിട്ട് നമുക്ക് എത്താൻ കഴിയും. അതെങ്ങനെയാ ചെയ്യുന്നത്? ഡു ഇറ്റ് പ്രയർഫുള്ളി ആൻഡ് വിത്ത് പ്രിപ്പറേഷൻ. പ്രാർത്ഥനയോടും തയ്യാറെടുപ്പോടും കൂടെ ചെയ്യുക, താഴ്മയോടെ ചെയ്യുക. നമ്മൾ സംസാരിക്കുന്ന ഒരു നിരീശ്വരനാണെങ്കിലും അവൻ പോലും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ബഹുമാനത്തോടും പ്രാർത്ഥനയോടും താഴ്മയോടും തയ്യാറെടുപ്പോടും കൂടെ നമ്മൾ ശരിക്കും ആളുകളോട് ഈ ആത്യന്തിക സത്യം അറിയിക്കേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും അടുത്തൊരാഴ്ച എക്സ്ക്ലൂസീവായിട്ട് ചോദ്യോത്തരത്തിനായിട്ട് തന്നെയുണ്ട്. ചോദ്യങ്ങൾ കഴിയുന്നത്ര അയച്ചു കൊടുത്താൽ അവയ്ക്കുള്ള ഉത്തരം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കാം. നല്ല കഴിവുള്ള ദൈവദാസന്മാർ കാർമൽ അസംബ്ലിയിലും ഉണ്ടല്ലോ. അവർക്കും ഇക്കാര്യത്തിൽ അവിടെയുള്ളവരുടെ സംശയങ്ങളാണെങ്കിൽ പരിഹരിച്ച് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയുമല്ലോ. ദൈവം സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ 7 ആഴ്ചകളായിട്ട് നിങ്ങൾ വളരെ പേഷ്യൻസോടുകൂടെ, വളരെ ക്ഷമയോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചു. കടന്നു വന്ന എല്ലാവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചനം ആകസ്മികമായിട്ട് ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ഒരു ദൈവവചനമല്ല, മറിച്ച് സർവജ്ഞാനിയായ ദൈവം, നിത്യതയിലെ മുഴുവൻ അറിയുന്നവൻ, ഭൂമിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടു പറഞ്ഞതുകൊണ്ടാണ് ബൈബിളിൽ ഇത്രയധികം ഫുൾഫിൽഡ് പ്രോഫസീസ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രവാചകൻ പറയുന്നത് ദൈവവചനമാണോ എന്നറിയാനുള്ള ഇൻഡിക്കേറ്റർ അത് പ്രവചന നിവൃത്തിയാണ്. അത് ആ പ്രവചനത്തിൻ്റെ, ആ വചനത്തിൻ്റെ ആധ്യാത്മികത അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ നേച്ചർ, അഭൗമികത അല്ലെ ദൈവിക ഉറവിടത്തെ കാണിക്കുന്ന ഒരു യാഡ് സ്റ്റിക്കാണ്. അങ്ങനെയുള്ള അനേക പ്രവചനങ്ങൾ ബൈബിളിൽ അക്ഷരം പ്രതി ഇതുവരെ 20,000 കോടി ആളുകൾ ഒരു പക്ഷെങ്കിൽ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിൽ അന്ന് ആ പുൽക്കൂട്ടിൽ കിടന്ന, പഴന്തുണി പുതച്ച് കിടന്ന ആ ശിശു തന്നെയാണ് കൃത്യമായിട്ട് 50ഓളം പ്രവചനങ്ങളിലൂടെ പ്രവചിക്കപ്പെട്ട ആള്. ആ ആളിലാണ് ആ പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കുന്നത്. ഇത് പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ആകസ്മികമായി നടക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, എല്ലാ ശാസ്ത്രത്തിലെയും കൺക്ലൂഷൻസിലെത്താൻ ഉപയോഗിക്കുന്ന സങ്കേതമാണ് പ്രോബബിലിറ്റി. എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള പേപ്പറുകളിലും ഡിസ്കവറികളിലും ഒക്കെ ഉപയോഗിക്കുന്ന സങ്കേതമാണ്. അവരുടെ ടൂൾ എടുത്ത് തന്നെ, നിങ്ങളുടെ ടൂൾ എടുത്ത് നോക്കിക്കേ, ഈ ബൈബിളിൽ ഈ പ്രവചന നിവൃത്തി ഒന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ആകസ്മികമായിട്ട് സംഭവിക്കാൻ കഴിയുന്നതല്ല. ഒരു സംഭവം കഴിയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, മറിച്ച് ഇത് യഥാർത്ഥമായിട്ടുള്ള ദൈവിക വചനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഇത് എന്ന് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് ഒരു ചോദ്യം എടുക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ, ഡെന്നിസ് സഹോദരൻ എനിക്ക് കുറേ ചോദ്യങ്ങൾ അയച്ചു തന്നിരുന്നു. അതിലുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ. If only one true Bible and one true God, why so many denominations, or why many evangelical Christians disagree on various topics in the Bible? Wonderful ചോദ്യമാണ്. ഒരു സത്യസന്ധമായ ശരിയായ ബൈബിള് മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് ഇതെല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഗ്രന്ഥമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഇതിൽ പതിരില്ല, ഇതിൽ ഡിസഗ്രിമെന്റിനുള്ള ഒരു സാധ്യതയുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവഭക്തരായ മനുഷ്യർ തമ്മിൽ എന്നാ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരുന്നേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പല ഡിനോമിനേഷൻസ് ഇതിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് ഒരു കൂട്ടർ പറയുന്നു, വേറൊരു കൂട്ടർ പറയുന്നു അങ്ങനെയാണെന്ന് പറയുന്നു. ഇപ്പം സ്നാനം തന്നെ എടുത്താൽ ഒരു കൂട്ടർ പറയുന്നു ഇത് ഈ ശിശുസ്നാനമാണേലേ ചില കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ, മാനുഷിക ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ശിശുസ്നാനമാണേലേ പറ്റത്തുള്ളൂ, അല്ലെ ഒരു കുഞ്ഞ് മരിച്ചാൽ എന്നോ ചെയ്യും, കുഞ്ഞിനെ എങ്ങനെ സഭയുടെ അംഗമാക്കും, സഭയെ എങ്ങനെ ശവം സംസ്കരിക്കും, ഇതൊക്കെ ആളുകളുടെ മാനുഷിക പ്രശ്നങ്ങളാണ്. ശിശുസ്നാനം ഇല്ലാത്തടത്തും കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആ ശവം എടുത്ത് റോഡിലെറിയോ അല്ലെ കടലിലെറിയോ ഒന്നും അല്ല ചെയ്യുന്നത്, മാന്യമായിട്ട് സംസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില മാനുഷിക ചിന്തയുടെ പേരിൽ ചിലർ പറയുന്നു ശിശുസ്നാനം വേണം, വേറെ കൂട്ടർ പറയുന്നു അല്ല, ദൈവവചനം പറയുന്നത് മുതിർന്നവരുടെ വിശ്വാസ സ്നാനമാണ്, അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എടുക്കാൻ മുതിർന്നവർക്കേ പറ്റത്തുള്ളൂ. അപ്പം വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാലും മതി. വിശ്വസിച്ച ഒരാളെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തണം. നമുക്കറിയാം, ഈ ലോകത്തിൽ
നമ്മൾ ഒരു വസ്തു മേടിക്കുകയാണെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞൊരു എഗ്രിമെൻ്റ് ആദ്യം വേണം, ശരിയാ. എന്നിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ അത് നമ്മുടേതാകണമെങ്കിൽ പ്രവൃത്തി തലത്തിൽ ഉടമസ്ഥനും വാങ്ങുന്നയാളും രജിസ്ട്രാറുടെ മുന്നിലിരുന്ന് ഒപ്പിട്ട്, അതിൻ്റെ കീഴെ രജിസ്ട്രാറും ഒപ്പിട്ട്, രജിസ്ട്രാറുടെ ആ വലിയ സീല് വെച്ച് സീലും കുത്തിയാലേ എഗ്രിമെൻ്റ് ആകത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ സ്നാനം, മുതിർന്നവരുടെ വിശ്വാസ സ്നാനമാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നവരുടെ വിശ്വാസ സ്നാനമാണ് ദൈവവചനത്തിൽ കാണുന്നത്. അത് ഒരാൾ സ്വയമേവ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവം അങ്ങനെ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഉള്ളിൽ നടന്ന ചേഞ്ച് വെളിയിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, ഈ ഒരേ വചനം ഇന്റർപ്രിറ്റ് ചെയ്ത് ഒരു കൂട്ടര് ശിശുസ്നാനം നടപ്പിലാക്കുന്ന ഡിനോമിനേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നു, വേറെ കൂട്ടർ അല്ലാത്ത ഡിനോമിനേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒബ്ജക്റ്റീവായിട്ടുള്ള, വസ്തുനിഷ്ഠമായിട്ടുള്ള, ട്രൂ ആയിട്ടുള്ള ബൈബിൾ ആണെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും? അത് തീർത്തും ഒട്ടും ബൈബിളിന്റെ കുഴപ്പമല്ല, മറിച്ച് മനുഷ്യരുടെ കുഴപ്പമാണ്. മനുഷ്യരുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അല്ല 10ന്റെ അല്ല, ഓക്കെ, 11-ാം അധ്യായം. 11-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കാം. അത് നമ്മൾ കാണുന്നത് അവര് ഒരു കോട്ട പണിയുകയാണ്. ഷീനാർ ദേശത്ത് ഒരു സമഭൂമിയിൽ ഒരു കോട്ട പണിയുക. അപ്പൊ അവരിങ്ങനെ കോട്ട പണിത് കെട്ടി ദൈവത്തോട് റിബൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദൈവം വാസ്തവത്തിൽ അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ഭൂമിയിലൊക്കെ പെരുകി ഒരു വലിയ ഈ ഭൂമിയെ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിറയ്ക്കണം എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്ത കൽപ്പന. പക്ഷേ അവര് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ഒരു കോട്ട കെട്ടി ഒരു സ്ഥലത്ത് തമ്പടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കണ്ട ദൈവം ഇവരുടെ ഭാഷ കലക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11:6 അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകയില്ല. 7 വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയിക്കാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. നമുക്കറിയാം, ഒരു പാപത്തിന് 2 പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന് പരിണിത ഫലവും, 2 ശിക്ഷയും. ഇപ്പം നമ്മൾ ഒരാൾ നല്ല വിശ്വാസിയാണ്, പക്ഷേ രഹസ്യമായിട്ട് ഒരു ദിവസം ഇച്ചിരി കള്ളൊക്കെ അടിച്ചു സ്കൂട്ടർ ഓടിച്ചെന്ന് വിചാരിക്കുക. നല്ല വിശ്വാസികൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും എവിടെയെങ്കിലും ഒരാൾക്ക് അങ്ങനെ പറ്റിയെന്ന് വിചാരിക്കുക. അദ്ദേഹം വീണ് കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു. ആ സമയത്ത് അദ്ദേഹം ദുഃഖിച്ചു, പാപത്തെക്കുറിച്ച് അനുതപിച്ചു, പശ്ചാത്തപിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ കൈ ഒട്ടി വരാൻ, എല്ല് ശരിയാകാനായിട്ട് 40 ദിവസം അല്ലെ 28 ദിവസം കൈ പ്ലാസ്റ്ററിൽ ഇടേണ്ടി വരും. അത് അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. കാണുന്നവരൊക്കെ ചോദിക്കും, അവറാച്ചാ കൈക്ക് എന്നോ പറ്റി? അയ്യോ, ഇങ്ങനൊന്ന് സ്കൂട്ടറിൽ നിന്ന് വീണതാ. അപ്പോൾ ഇത് അറിഞ്ഞവരാണെങ്കിലും ഒരു ചെറിയ അടക്കി ഒരു ചിരി ചിരിക്കും. സ്കൂട്ടറിൽ നിന്ന് എങ്ങനെയാ വീണേ, സ്കിഡ് ചെയ്തതാണോ എന്നൊക്കെ കുത്തി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് പരിണിത ഫലമാണ്. അതേ സമയത്ത് ഇതിന് പിന്നീട് ഒരു ശിക്ഷയുണ്ട്. ഈ ആശുപത്രിയിൽ ചെന്നപ്പോൾ ബ്ലഡിൽ ആൽക്കഹോളൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് പിന്നെ ഒരു ശിക്ഷയുണ്ട്. ഇത് രണ്ടുമുണ്ട്. ഇപ്പൊ ഏതൊരു പാപത്തിനും ഒരു പരിണിത ഫലവും ഉണ്ട്, ഒരു ശിക്ഷയുമുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് പശ്ചാത്തപിക്കുന്ന ഒരാളുടെ ശിക്ഷ ദൈവം ഒഴിവാക്കി കൊടുക്കും, പക്ഷേ പരിണിത ഫലം ഒഴിവാക്കി കൊടുക്കത്തില്ല. അതുപോലെ ഷീനാറിൽ വെച്ച് മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാനായിട്ട് വാനോളം ഉയരുന്ന കോട്ട കെട്ടി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട്, കോൺസിക്വൻസ് ആയിട്ട് മനുഷ്യൻ വാങ്ങിച്ച് തലയിൽ കെട്ടിവെച്ച ഒരു പരിണിത ഫലമാണ് ഭാഷ കലക്കിക്കളഞ്ഞത്. ഇന്നും അത് നിലനിൽക്കുന്നു. ഞാൻ എപ്പോഴോ ലൈറ്റ് എന്നുള്ള ഒരു പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പരിശോധിച്ച് നോക്കി. അതിൻ്റെ വലിയ ഡിക്ഷണറി, ഓക്സ്ഫോർഡിൻ്റെ വലിയൊരു ഡിക്ഷണറി എടുത്ത് അതിൽ പരിശോധിച്ച് നോക്കി 27 അർത്ഥമുണ്ട് അതിന്. ലൈറ്റ് എന്ന് ഞാനിപ്പം പറഞ്ഞാൽ
നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ പല ചിന്തയായിരിക്കും വരുന്നത്. ചിലരുടെ ഹൃദയത്തിൽ പ്രകാശം മാത്രം, അതിനെക്കുറിച്ച് ചിന്തിക്കും. ചിലര് ഒരു പ്രകാശ സ്രോതസ്സിനെ കുറിച്ച്, ഒരു ബൾബിനെ കുറിച്ചോ ട്യൂബ് ലൈറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെട്രോമാക്സിനെ കുറിച്ചോ ചിന്തിക്കും. വേറെ ചിലര് ഭാരം കുറഞ്ഞ ലൈറ്റായിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കും. വേറെ ചിലര് വലിയ ഗൗരവമല്ലാതെ പറഞ്ഞ ഒരു തമാശയെക്കുറിച്ച് ചിന്തിക്കും. എന്താ കാര്യം? ഈ ലൈറ്റ് എന്നുള്ള പദം ഇന്ന് ഒരാൾ ഉച്ചരിച്ചാൽ അതിന് വിവിധ അർത്ഥങ്ങൾ പലർക്കും കിട്ടുന്നു. എന്താണ് കാരണം? അതിൻ്റെ കാരണവും ബൈബിൾ പറയുന്നുണ്ട്. ചീനാർ ദേശത്ത് വെച്ച് ദൈവത്തോട് മത്സരിച്ച് ഞങ്ങൾ ഈ ഭൂമിയിൽ എങ്ങും പോയി പാർക്കാൻ തയ്യാറല്ല, ഞങ്ങളൊരു പട്ടണമൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ഇവിടെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പാപത്തിന്, അഹങ്കാരത്തിന് കിട്ടിയ പരിണിത, ആ തെറ്റിൻ്റെ പരിണിത ഫലമാണ് ദൈവം ഭാഷ കലക്കിയത്. ഇന്നും മനുഷ്യന് ഈ ഭാഷയുടെ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആകാനായിട്ട് കഴിയാത്തത്. പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിയർലി ഇമ്പോസിബിൾ. 99%, 98%, 95%, 90% ഒക്കെ അച്ചീവ് ചെയ്താൽ വളരെ നല്ലത്. പലപ്പോഴും നമ്മുടെ കൺഫ്യൂഷനുകൾ കാരണം കമ്മ്യൂണിക്കേഷൻ ഒന്നും ആ ലെവലിലേക്ക് എത്തത്തില്ല. അപ്പം ഇത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഭാഷയിൽ മനുഷ്യനുണ്ടായ കുഴപ്പം. അത് ഇവരെ ചിതറിച്ചു കളയാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെയാണ് വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഉണ്ടാകുകയും പല സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ചെതറിപ്പോവുകയും ചെയ്യാനായിട്ടിടയായത്. ഭാഷ കലങ്ങിയ ശേഷം ഇവർ ഒരുമിച്ച് വസിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരു നേട്ടവും ഇല്ലാതായി. അതുകൊണ്ടാണ് അവർ ആ ഷീനാർ വിട്ട് ലോകം മുഴുവൻ പോയി പോപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇടയായത്. ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ്റെ ഭാഷയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാഷയുടെ ലിമിറ്റേഷൻ അല്ല ഈ ദൈവത്തിൻ്റെ വചനത്തിനുമുണ്ട്. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോഴും ഇപ്പോഴും ആ കൺഫ്യൂഷൻ്റെ ഒരംശം, ഭാഷ കലങ്ങിയതിൻ്റെ ഒരംശം നമ്മളെ ഇന്നും അഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട്. കള്ളുകുടിച്ച് വണ്ടി ഓടിച്ചവന് 40 ദിവസം ആ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് വരെ ഈ ഭാഷ കലങ്ങലിൻ്റെ പരിണിത ഫലം അത് കുടുംബതലത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, സഭാതലത്തിൽ അനുഭവിക്കുന്നുണ്ട്, വ്യക്തിതലത്തിൽ അനുഭവിക്കുന്നുണ്ട്, വിവിധ തലങ്ങളിൽ അത് അനുഭവിക്കുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷനിലും അതുണ്ട്. അപ്പം ഒരേ വചനം വായിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു കാരണം ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭാഷ കലക്കിയതാണ്. ഇനി രണ്ടാമത് ഒരു കാരണമെന്ന് പറയുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടെ മനുഷ്യർ തങ്ങളുടെ കാര്യസാധ്യത്തിനായിട്ട് തങ്ങൾക്കിഷ്ടമുള്ള ചില ഡോക്ട്രിൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇതുപോലുള്ള തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ വരാം, അങ്ങനെ തെറ്റായ ഡിനോമിനേഷൻസ് ഉണ്ടാകാം. മൂന്നാമതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഒക്കെ വെച്ച് മനുഷ്യരെ നിയന്ത്രിക്കണമെന്ന് ആ സെറ്റപ്പിൽ ഉള്ളവർക്ക്, അധികാരമുള്ളവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ആചരണങ്ങൾ അവർ കൊണ്ടുവരും. അത് മാനസികമായ ഒരു അടിമത്തം സൃഷ്ടിക്കാൻ പലരും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് പല ഡിനോമിനേഷൻസും വരാനായിട്ട് ഇടയായിരിക്കുന്നത്. ഈ ചോദ്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, ഉത്തരത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അത് ഉന്നയിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ചോദ്യോത്തരങ്ങൾക്കുള്ള ഒരാഴ്ചയായിട്ട് വിനിയോഗിക്കാം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഡെന്നിസ് സഹോദരനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാർമലിലുള്ള സഹോദരന്മാരുടെ അടുത്ത് എത്തിച്ചാൽ അവർ എനിക്ക് അയച്ചു തരും. ഞാൻ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. എൻ്റെ ഉത്തരങ്ങൾ ശരിയല്ലെങ്കിൽ കൂടി വരുന്നവരിൽ ആർക്കെങ്കിലും എന്നെ സഹായിക്കാനും സാധിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു വൺ ആൻഡ് ഓൾ. ദൈവത്തിനും സ്തോത്രം. താങ്ക് യു.